ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലായിരിക്കും എല്ലാവർക്കും ഒരു മടി ഉണ്ടാവുന്നത്. അപ്പം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല രുചിയിലുള്ള വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാം. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അപ്പം റെസിപ്പിയാണ്. ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് നിങ്ങൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ എല്ലാതും കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ 1 കപ്പ് റവയിലേക്കുള്ള മെഷർമെൻറ്റ്സാണ് ഞാനിപ്പോൾ പറയുന്നത്. 1 കപ്പ് റവ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ റവ ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. കുറച്ച് നേരം ഇത് റവ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റവയിൽ നമുക്ക് വെള്ളം ഒന്ന് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ നേരിട്ട് റവ ഉണ്ടാക്കുമ്പം ചിലപ്പം വെള്ളം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരം ഇത് സോക്ക് ചെയ്ത് വെക്കാൻ പറയുന്നത്. ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ റവ സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ അവിടെ 5 മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും റവയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ ബാക്കി കുറച്ച് ചേരുവകളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ബാറ്റർ നമ്മൾ ഒരുപാട് വെള്ളത്തിലൊന്നും അരച്ചെടുക്കരുത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്, ജാറിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത്, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു ചെറിയൊരു തക്കാളി, 4 ചെറിയ ഉള്ളി. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് തേങ്ങ ചെരുവിയതും തക്കാളിയും ഒന്നും കൂടി പോകരുത് കേട്ടോ. ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കാം. 1 കപ്പ് റവയിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചെരുവിയതും മതി. പിന്നെ തക്കാളി ചെറിയൊരു തക്കാളി എടുത്താൽ മതി, വലിയത് എടുക്കരുത്. അപ്പോൾ അതിൽ വെള്ളം കൂടിട്ടോ അരച്ചെടുക്കുന്ന സമയത്ത്. തക്കാളി നല്ല പഴുത്ത തന്നെ എടുക്കാൻ നോക്കുക, എന്നാലേ നമുക്ക് ഈ ദോശയുടെ കളറൊന്ന് മാറി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ഒന്ന് നല്ല പേസ്റ്റ് പരത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവാണ് വേണ്ടത്. വല്ലാണ്ട് കട്ടിയും പാടില്ല, എന്നാൽ വല്ലാണ്ട് തിന്നായിട്ടും പാടില്ല. നല്ലൊരു എന്താ പറയുക, ദോശമാവില്ലേ നമ്മുടെ ഇഡ്ഡലി ദോശമാവ്, ആ ഒരു ബാറ്ററിൻ്റെ പരുവാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ ബേക്കിംഗ് സോഡയും വേണം. അപ്പം ഇത് നമ്മൾ ചേർത്ത പാടെ നമ്മളിത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും സമയമുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെറും 10 മിനിറ്റിനകത്ത് നമുക്ക് ബാറ്ററൊക്കെ റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചേർക്കണ്ട. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തൈര് നമ്മളിതിലേക്ക് ചേർത്താലേ നമുക്ക് ബേക്കിംഗ് സോഡയും തൈരും കൂടി റിയാക്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഈ ഒരു ദോശയ്ക്ക് കിട്ടുകയുള്ളൂ, പൊങ്ങി വരുകയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്കിതിലേക്ക് തൈര് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തൈര് ചേർക്കുന്നത്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് നമ്മൾ നല്ലോണം ചൂടാക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് ആ ഒരു ചൂടൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക പാനിൽ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടി ദോശകൾ ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും ഏത് ദോശ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചട്ടിയുടെ ചൂട് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് ആ ചൂടൊന്ന് കറക്റ്റ് ചെയ്ത ശേഷം വേണം നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ വലിയ പാൻ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് 4 കുട്ടി ദോശ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മുകളിൽ കണ്ടോ അങ്ങനെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദോശയുടെ മുകൾ വശം നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കണം നിർബന്ധമില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ദോശ നമ്മൾ തിരിച്ചിട്ടിട്ട് പിന്നെ കുറേ നേരം കുക്ക് ചെയ്യേണ്ട, അപ്പം തന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള വളരെ റവ വെച്ചിട്ടുള്ള നല്ല കുഞ്ഞ് കുഞ്ഞ് അപ്പങ്ങൾ റെഡി ആയിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സൈഡ് ഡിഷ് നമുക്കൊരു ചട്നിയോ എന്തെങ്കിലുമൊക്കെ മതിയാകും. വലിയ കാര്യമായിട്ടുള്ള സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. ഇനിയിപ്പം സൈഡ് ഡിഷ് ഇല്ലെങ്കിലും നമുക്കിത് സിമ്പിളായിട്ട് വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ദോശകളൊക്കെ ചുട്ടെടുക്കുക. പാൻ്റെ ചൂട് കറക്റ്റ് ആവാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ദോശമാവ് വെച്ചിട്ട്, അതായത് ഉഴുന്ന് ദോശയുടെ ബാറ്റർ വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കില്ലേ, നല്ല തിന്നായിട്ടുള്ള ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പത്തിൻ്റെ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റേ മാവ് പോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ പാൻ്റെ ചൂടൊക്കെ നല്ലോണം കറക്റ്റ് ആവാൻ ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് ആ ഒരു വിചാരിച്ചൊരു പോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഉഴുന്നും അരിയും അരയ്ക്കാണ്ട്, മാവ് പുളിപ്പിക്കാൻ വെക്കാനുള്ള സമയം വെക്കാണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു അപ്പം അല്ലെങ്കിൽ ഒരു ദോശ അല്ലെങ്കിൽ കുട്ടി ദോശ റെസിപ്പിയാണ്. നല്ല പുളിയുള്ള ഒരു കുട്ടി ദോശ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ ഗാർലിക് ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയൊക്കെ നല്ല കോമ്പിനേഷൻ വരും. അല്ലെങ്കിൽ സാധാ സിമ്പിളായിട്ടുള്ള ചമ്മന്തി, വെള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചമ്മന്തിയുടെയും അതുപോലെ ചട്നിയുടെയൊക്കെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. പിന്നെ ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് ദോശ റെസിപ്പി ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം. ഒരുപാട് ദോശ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പൊതുവേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ. പല വെറൈറ്റി ദോശ റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശ അല്ലെങ്കിൽ ഈ ഒരു അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ ഇങ്ങനെ നല്ല ആര് വരുന്ന പോലെ ആവണം നമ്മുടെ അപ്പം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് ദോശ വെറൈറ്റീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നീർദോശയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ജീര ദോശ റെസിപ്പി ഉണ്ട്. പിന്നെ അതുപോലെ ആട്ടപ്പൊടി വെച്ചിട്ട് ഇതുപോലെ തന്നെ കുട്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. പിന്നെ ഇത് ടൊമാറ്റോ ദോശയാണ്. നല്ല ക്രിസ്പായിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ്. ഇത് പാൽ ദോശയാണ്. അതും നല്ല രുചികരമായിട്ടുള്ളൊരു ദോശയാണ്. കൂടുതലും നീർദോശയിലാണ് ഞാൻ കുറേ വെറൈറ്റീസ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നീർദോശ, അതുപോലെ റവ വെച്ചിട്ടുള്ള കുറേ ദോശ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.